ഹലോ, നമസ്കാരം. യൂസുഫ് മമ്പാട് എന്ന യൂസുഫ് അലി. ഞാൻ മുമ്പ് വെള്ളത്തിൻ്റെ പ്രശ്നം വേണ്ടി പറഞ്ഞിരുന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ വോയിസ് വിടലും സംഭവങ്ങളൊക്കെ കാണിച്ചു തരലുണ്ട്. ആ പാടാണിത്. അതായത് മാർച്ച് എത്രയെന്നറിയോ? ഇന്ന് 7-ാം തീയതി ആയിട്ടുണ്ട്. എന്നിട്ടും അപ്പുറത്ത് എല്ലാം കൊയ്ത് ഒക്കെ കെട്ടിയൊക്കെ പോയി രണ്ടാമത് വീണ്ടും മുളക്കലൊക്കെ തുടങ്ങി. ഈ കാങ്ങണ വെള്ളത്തിൽ വെള്ളം ഇതുവരെ പോയിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാകണ്ടില്ലേ? കണ്ടോ, ചാലെടുത്തുകൊണ്ട് വെള്ളം കഴിയുന്നു. ഈ വെള്ളം പോണവരെ കാത്തു നിൽക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എങ്ങനെ കഴിയുക? ഞങ്ങൾക്ക് ഇവിടെ കെട്ടിയാലല്ലേ കയറ്റിലൊക്കെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ആ ഉദ്ദേശത്തിനല്ലേ കെട്ടണേ. ഇവിടെ തൽക്കാലം ഈ പറഞ്ഞ മാതിരി ഇവിടെ ഒരു സർക്കാർ നിലവിൽ ഒരു കെട്ടുണ്ട്. അതായത് പാടം തോടും പാടെ വേർതിരിക്കുന്ന ആ കെട്ടൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ്. കണ്ടോ? എന്നിട്ട് തോടുന്ന് കയറുന്ന വെള്ളം ഇതിലേക്ക് വരും. ഇത് നിലവിൽ നല്ല മറ്റുള്ള പാടം മാതിരി നല്ല പാടമായിരുന്നു. കൃഷി ചെയ്യാത്ത കാലത്ത് ഈ ഭൂമിയിൽ നിന്ന്, അതായത് പാടത്തുനിന്ന് മണ്ണെടുത്ത് പോയതാണ്. അന്ന് മണ്ണിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അത് ഓട്ട് കമ്പനിക്കും മറ്റേ ഇഷ്ടിക കമ്പനിക്കും ഈ ചുറ്റളവിലുള്ള എല്ലാ ഇതിനും വേണ്ടി ആക്കുന്ന ഇതായിരുന്നത്. അപ്പോൾ കണ്ടില്ല, അവിടെ കണ്ടില്ല വലിയൊരു മതിലും കാര്യം. ആ ഉയരം ഉണ്ടായിരുന്നു ഈ പാടങ്ങളൊക്കെ. അപ്പം മണ്ണെടുത്ത് താത്തിങ്ങണ്ട് ആക്കിയതാണ്. അപ്പം നമ്മളിപ്പോൾ എന്തായാലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം വേണം. ആ കുടിവെള്ളത്തിനും വേണ്ടി അവിടെ സർക്കാർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിത്തന്നൊരു കെട്ടനുണ്ട്. ആ കെട്ടിൻ്റെ മുകളിൽ 1.5 അടി അല്ല 2 അടിക്കും അടി പൊന്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അതും കൂടി കെട്ടാൻ അയക്കാതെ കണ്ട് വാട്ടർ ലെവലിൽ തോടാക്കണം എന്ന് പറഞ്ഞാൽ സംഗതി എങ്ങനെ നടക്കില്ല. എല്ലായിടത്തും വെള്ളത്തിനും വേണ്ടിയിട്ട് മനുഷ്യൻ തടയണ കെട്ടുന്നുണ്ട്, വേറെയുള്ളതാക്കുന്നുണ്ട്. ഇത് ഈ ഒരു പാടത്തിൻ്റെ ഈ പേരും പറഞ്ഞിങ്ങാണ്ട് കൃഷിഭവനും പഞ്ചായത്തും ഞങ്ങളതിൽ നിന്ന് വേർതിരിക്കുകയാണ്. കടലാസും കാര്യം നോട്ടീസൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ അത് ശരിയില്ലാത്ത നിലപാടാണ്. അപ്പോൾ ഇതിന് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി എതിർക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, വലിയ ഉദ്യോഗങ്ങളിൽ കലക്ടർക്കായിട്ടും എസ് പിക്കായിട്ടും വേറെയുള്ളതൊക്കെ നിയമപരമായിട്ട് തന്നെ കടലാസുകളും കാര്യങ്ങളും കൊടുത്ത് വേണ്ട മതി ചെയ്ത് കണ്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കും. ഇങ്ങനെ ഞങ്ങൾക്ക് കുടിക്കേണ്ട വെള്ളം ഒരു വ്യക്തിനെ മാത്രം താങ്ങി നിർത്താൻ വേണ്ടി ഇത്തരം ചെയ്തികൾ ചെയ്ത് കഴിഞ്ഞാൽ ദോഷമല്ല. എല്ലാവർക്കും കുടിവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഓക്കെ, ശരി എന്നാൽ.